ഗായ്സ്, ഇന്ന് ഞങ്ങൾ മാളൂട്ടീനെയും കൊണ്ട് ഹെയർ കട്ടിന് പോകാം കേട്ടോ. ഇന്ന് രാവിലെ ചായ കുടിക്കുന്നേരം അവൾക്ക് മാളൂട്ടിയുടെ തല നന്നായിട്ട് ഇച്ചിങ് ചൊറിച്ചിൽ, അവൾക്ക് അതൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. അപ്പം വിചാരിച്ചു അവളുടെ ഹെയർ കട്ടിങ് ചെയ്യാൻ. അങ്ങനെ ബാർബർ ഷോപ്പിലേക്ക് പോവാണ്. ഇനിയിപ്പം മുടി വരാൻ കുറച്ച് ഡേ ഒക്കെ എടുക്കും. അപ്പം സന്ദീപേട്ടൻ വിചാരിച്ചു 2 കൊമ്പൊക്കെ കെട്ടിക്കൊടുത്ത് 2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. ഈ ചെറിയ കുട്ടികളുടെ മുടി കെട്ടിക്കാണാൻ നല്ല ഭംഗിയല്ലേ. അവിടെ എത്തിയപ്പം ചെറിയൊരു ട്വിസ്റ്റ് കിട്ടി ഗൈസ്. ഇന്നാണെങ്കിൽ അവളുടെ ഇച്ചിങ് കണ്ടിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തായിരുന്നു സന്ദീപേട്ടൻ. അവിടെ എത്തിയപ്പം അവരെ ചോദിക്കുക ഫസ്റ്റ് ടൈമാണോ കുട്ടിയുടെ ഹെയർ കട്ടിങ് എന്നൊക്കെ. ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഫസ്റ്റ് ടൈം ഹെയർ കട്ടിങ് ഒരിക്കലും ഷോപ്പിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് ഒരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ ചെയ്യുന്നൊരു പരിപാടി എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ കൾച്ചർ വേറൊരു രീതിയിലാവാം. അങ്ങനെ ഞങ്ങൾ അവളുടെ ഹെയർ കട്ട് എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സന്ദീപേട്ടൻ ഫുൾ ലീവ് എടുത്തു. അവരുടെ വീട്ടിൽ വരാൻ പറഞ്ഞു. അവരെ ഞങ്ങളെ കൂടെ തന്നെ വീട്ടിലേക്ക് വരാണ്. ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ പോയ ഡേ വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് നല്ല ഡേ ആണ് ഹെയർ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നു. അവരെ നാട്ടിൽ കുട്ടികളുടെ മുടിയുണ്ടല്ലോ, മുന്നിൽ കാണുന്ന മുടിയുണ്ടല്ലോ, അത് ഫസ്റ്റ് മാമനാട്ടോ ഇവിടെ കട്ട് ചെയ്യാം. അതിന് ശേഷമാണ് അവർ കട്ട് ചെയ്യുക. അപ്പോഴാണ് ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നവർ. കേട്ടോ അവൾക്ക് അവിടുത്തെ കിയോ പാട്ടൊക്കെ കേട്ട് അവളെ നന്നായിരുന്നു എടുത്തു. നമ്മുടെ പളനിയിലൊക്കെ കാണുന്ന പോലെ തന്നെ അവർ കുറച്ച് കളബെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ തന്നെ മാളൂട്ടിൻ്റെ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തു. അവർ പറഞ്ഞു നൈറ്റ് ഫുള്ള് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, എന്നിട്ട് പകൽ കഴുകിക്കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇത് കാണുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ കഴുകിക്കളഞ്ഞു. പിന്നെ നാപ്കിനോ എന്തെങ്കിലും ഒരു പുതിയൊരു തുണി ഉണ്ടെങ്കിൽ അതിൽ മുടിയൊക്കെ അതിൽ ഇടാൻ പറഞ്ഞു. എന്നിട്ട് മഞ്ഞൾ അതുപോലെ കുങ്കും അവർ പറഞ്ഞ പോലെ ചെയ്തു. പിന്നെ അത് നന്നായി കെട്ടി വെക്കുക. എന്നിട്ട് പുഴയിൽ പോയി ഒഴുക്കുക. അതിൻ്റെ കൂടെ നാളികേരം, നമ്മുടെ തേങ്ങ, സ്വീറ്റ്സ് അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ പുഴയിലേക്ക് ഒഴുക്കും. പിന്നെ ഇവിടെ ഫസ്റ്റ് ഹെയർ കട്ട് അവരൊരിക്കലും വേസ്റ്റ് കൊണ്ടുപോയി കളയില്ല. അതുകൊണ്ടാട്ടോ പുഴയിൽ പോയി ഒഴിക്കുന്നത്.